ഹായ്, വെൽക്കം ടു സ്പോട്ടിക്സ്. ഇറ്റ്സ് മീ അബ്ദുൽ അനസ്. നിങ്ങൾ എ ഐ വന്ന് നിങ്ങൾക്ക് അറിയാം, എ ഐ എത്രത്തോളം ഒരുപാട് ജോലികൾ ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളെ ജോലിയിൽ എത്രത്തോളം ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ ഏതൊരു ജോലിക്കാരനായിക്കോട്ടെ, ഇപ്പോൾ കേരളത്തിലെ ഏതൊരു രീതിയിലുള്ള ജോലിക്കാർക്കും അത് എത്രത്തോളം ഭാവിയിൽ ബാധിക്കും, അതിന് നിങ്ങൾക്ക് എങ്ങനെ തരണം ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ എ ഐ വന്നതിൽ മെയിനായിട്ട് നിങ്ങൾ ജോലിയിൽ 3 കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് ജോലിയിൽ ഇൻവോൾവ് ചെയ്യണം, ഇതിനനുസരിച്ചാണ് നിങ്ങളെ ജോലിയുടെ സാധ്യത ഭാവി ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ജോലിയിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻസ്, നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എത്രത്തോളം സ്ട്രോങ് ആണ്, ആ ഡിസിഷന് എത്ര എന്താ പറയുക റിസ്ക് ഉള്ളതാണ്, ഇതിനനുസരിച്ചാണ് ആദ്യത്തെ കാര്യം. ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു ജോലിയിലും ഏറ്റവും വലുതാണ്. കാരണം വെച്ചാൽ മാനേജർമാര് അതുപോലെ ചെറിയ ജോലിക്കാരാണെങ്കിൽ പോലും ഒരു ഡിസിഷൻ മതി എല്ലാതും തരണം, എന്താ പറയുക, ഒക്കെ മാറ്റിമറിക്കാന്ന് പറയും. അതേപോലെ തന്നെയാണ് എ ഐയുടെ കേസും. ഒറ്റ ഡിസിഷൻ മതിയായിരിക്കും എല്ലാ കാര്യങ്ങളും അലമ്പാക്കാൻ. അപ്പോൾ എ ഐക്ക് അത് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് അവിടെ ഫസ്റ്റ് കാര്യം. അപ്പോൾ ഡിസിഷനാണ് ആദ്യത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം റിപ്പീറ്റീവ് ആയിട്ടുള്ള വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം സ്ഥിരമായിട്ട് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ക്രിയേറ്റിവിറ്റിയും ഇല്ല, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി തന്നെ ഭയങ്കര കുറവാണ്. എന്തെങ്കിലുമൊക്കെ സാധനം കാണുക, അതോടെ നിങ്ങോട്ട് വലിച്ചിടുക, ഇത് മാത്രമാണോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ റിപ്പീറ്റീവ് എന്നുള്ള പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ സ്ഥിരം ഡെയിലി പോയിട്ട് ഒരു പുതിയ സാധനമോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതും എക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി അത് എത്രത്തോളം ഏതാണെന്നുള്ളതാണ്. കാരണം വെച്ചാൽ പല ഇൻഡസ്ട്രികൾക്കും അനുസരിച്ച് എയുടെ ടേക്ക് ഓവർ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഗവൺമെന്റ് ജോലിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേക്ക് ഓവർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അറിയാലോ ഗവൺമെന്റ് എങ്ങനെയാണ് അതിനെ കണ്ടെടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഫയർ ചെയ്യാന്ന് പറഞ്ഞ പരിപാടി ഗവൺമെന്റ് ജോലിയിലില്ല. അതുപോലെ തന്നെ പല കമ്പനികളിലും ഫയർ ചെയ്യാന്ന് പറഞ്ഞ പരിപാടിയില്ല. പക്ഷെ അവർക്ക് പുതിയ ആൾക്കാർ എടുക്കുക എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ പുതിയ ജോലികൾക്കുള്ള അവസരം കുറയുന്നുള്ളതാണ്. അല്ലാതെ ഉള്ളവരെ പണി കളയാന്നുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ 3 ഡിസിഷനും നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജോലിയിൽ ഇതിൽ ഏത് ഡിസിഷനിലാണ് വരുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ മാറ്റാൻ പറ്റും, ഇതാണല്ലോ എനിക്ക് ഏതൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വർക്കിൽ എത്രത്തോളം ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളെ വർക്ക് കൂടുതൽ നന്നാവുന്നതാണ്. ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് ഞാൻ പറയുന്നത്, ഡിസിഷൻസിന് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യാം. ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കണം. അവിടെ എ വന്നിട്ട് ഒന്നും അതിന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ എത്രത്തോളം ക്രൂഷ്യലാണോ അത്രത്തോളം നിങ്ങളുടെ ജോലിക്ക് ഉറപ്പുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ പുതിയ റിസ്കുകൾ എടുക്കുക, പുതിയ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, പുതിയ ഇൻവെഷൻസ് കൊണ്ടുവരിക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിക്ക് അത് കൂടുതൽ എളുപ്പമാകുന്നതാണ്. അതേപോലെ തന്നെ റിപ്പീറ്റീവ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള പണികളൊക്കെ കൊടുത്ത് എക്ക് കൊടുക്കുക. നിങ്ങൾ അതിൽ ചെയ്യാൻ തന്നെ ആവശ്യമില്ല. കാരണം എക്ക് അത് ചെയ്യാൻ പറ്റും. അതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന വല്ല മോഡലുകളോ അല്ലെങ്കിൽ പെയ്ഡ് ടൂളുകളുണ്ട്, അല്ലെങ്കിൽ ഫ്രീ ടൂളുകളുണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങളുടെ വർക്കുകൾ എത്രത്തോളം ഈസി ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ടൂൾസിൻ്റെ കാര്യം പറയാൻ കാരണം വെച്ചാൽ, ഇനി ടൂൾസിനെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെ ടൂളുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അത് എത്രത്തോളം നിങ്ങളുടെ ജോലിക്ക് എളുപ്പമാകുന്നതാണ്. പലരും പറയുന്നത് ടൂളുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കുറേ കാര്യം ചെയ്യാനുണ്ടെന്ന്. പക്ഷേ ടൂളുകളൊന്നും ബുദ്ധിമുട്ടുള്ളതില്ല. ഇപ്പോൾ എല്ലാ ടൂളുകളും ഭയങ്കര എളുപ്പമാണ്. ഒക്കെ എ വെച്ച് ചെയ്യുന്ന ഒരുപാട് ടൂളുകളുണ്ട്. ഞാനും അതിന് പാർട്ടിയുടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അറിയാത്തത്തോളം ഈസിയാണ് അത് ഹാൻഡിൽ ചെയ്യാനെന്നുള്ളത്. അതുപോലെ തേർഡ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ജോലി തന്നെ സ്ഥാപനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് നിങ്ങൾ എത്ര നാൾ വേണം എന്നുള്ളത് ആ കമ്പനിയുടെ ഹിസ്റ്ററി പോലെ ഇരിക്കും. അതുപോലെ തന്നെ ആ കമ്പനിയുടെ ലെവല്. ഇപ്പോൾ ഈ എ വന്നുകൊണ്ട് നിങ്ങളെ കമ്പനി തന്നെ ചിലപ്പോൾ പൂട്ടി പോവാം. കാരണം വെച്ചാൽ എ വരുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളെ കമ്പനി അതിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പണി പോകും. പണി അതാണ്, കമ്പനി പോയാൽ പിന്നെ നിങ്ങൾക്ക് വേറെ പണിയില്ലല്ലോ. അതേപോലെയാണ്. അപ്പോൾ എപ്പോഴും കമ്പനീനെ പൊക്കാൻ നോക്കുക. അല്ല, നിങ്ങൾ നിൽക്കുന്ന കമ്പനി വളരുന്നില്ല എന്ന് കണ്ട് കമ്പനി മാറുക, വേറെ വഴിയൊന്നുമില്ല. കാരണം നല്ല കമ്പനികളിലേക്ക് മാറിയിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സ്കില്ല് കൂട്ടുക എന്നുള്ളതാണ്. പുതിയ പഠിക്കുക, പുതിയ എ വരിക, കൂടുതൽ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളത്. അല്ലാണ്ട് വേറെ വലിയ കോമ്പറ്റീഷനായ ഒരു കാര്യങ്ങളും നിങ്ങൾ നോക്കേണ്ടതില്ല. അതേപോലെ തന്നെ നമ്മൾ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഒരുപാട് മാസങ്ങളായിട്ടുണ്ടാവും നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇനി റിപ്പീറ്റീവായിട്ട് വീഡിയോസ് ഇടാൻ പോകുന്നതാണ്. അതേപോലെ തന്നെ എ ടൂൾസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ടൂളുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം, കോഡിംഗ് റിലേറ്റഡ് ടൂളുകൾ വേണം, കോപ്പൈലറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. നിങ്ങൾക്ക് അതിനനുസരിച്ച് വീഡിയോസ് കൂടുതൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എ എന്താണെന്ന് മനസ്സിലായിരുന്നായിരിക്കുന്നു. അതുപോലെ നിങ്ങൾ ജോലി പോവില്ല എന്ന് നിങ്ങൾ പേടിക്കേണ്ടെങ്കിൽ ഇനി എനെ വെച്ച് വളരാൻ നോക്കുക, അല്ലാണ്ട് എനെ പേടിച്ച് ഓടുകയല്ല വേണ്ടത്. ഓക്കെ, താങ്ക് യു.